നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം വേഗത്തിൽ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുന്നിൽ എതിർക്കാത്തവരുടെ പട്ടികയിൽ മുസ്ലിം ലീഗും RSPയും. കൈരളി വാർത്ത ശരിവെച്ച നേതാക്കൾ എതിർപ്പ് അറിയിച്ചില്ലെന്ന് സമ്മതിച്ച് PK കുഞ്ഞാലിക്കുട്ടിയും NK പ്രേമചന്ദ്രനും. രാംനാഥ് കോവിന്ദ് കമ്മിറ്റി തട്ടിക്കൂട്ട് സംവിധാനമെന്നും PK കുഞ്ഞാലിക്കുട്ടിയുടെ ന്യായീകരണം. വാർത്ത പുറത്തു കൊണ്ടുവന്നത് കൈരളി ന്യൂസ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് RSS അജണ്ടയാണെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം. RSSന്റെ സ്വപ്നത്തിലേക്കുള്ള നിർണായകമായ ചുവടുവയ്പ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് ചരമഗീതം എഴുതുകയാണ് ഇതിലൂടെയെന്നും റഹീം. കേന്ദ്ര സർക്കാരിന്റേത് രാഷ്ട്രീയപരമായ നീക്കമെന്ന് NK പ്രേമചന്ദ്രൻ. കമ്മിറ്റിക്ക് മുന്നിൽ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല എന്നത് യാഥാർത്ഥ്യമെന്നും പ്രേമചന്ദ്രൻ. നടൻ മുകേഷിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതി. നടിയുടെ ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനിയാണ് പരാതി നൽകിയത്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ചെന്നൈയിൽ ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ചവെച്ചു. അലറി വിളിച്ച് കരഞ്ഞിട്ടാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടതെന്നും യുവതി. സേവന വ്യവസ്ഥകളിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തിരുത്തൽ നടപടി. മലയാള സിനിമാ മേഖലയിൽ സേവന വേതന കരാർ നിർബന്ധമാക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം പറ്റുന്നവർ മുദ്രപത്രത്തിൽ കരാർ നൽകണം. ഒക്ടോബർ 1 മുതൽ കരാർ നിർബന്ധം. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിൽ ജയിൽ മോചിതനായി പൾസർ സുനി ഇന്ന് വിചാരണ കോടതിയെ സമീപിക്കും. സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകും. 2 കേസുകളിൽ കൂടി ജാമ്യ നടപടികൾ പൂർത്തിയാക്കുവാനുള്ളതിനാൽ സുനിയുടെ ജയിൽ മോചനം വൈകാൻ സാധ്യത. ദില്ലി മുഖ്യമന്ത്രിയായി അതിഷി മർലേന 21-ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദില്ലിയിൽ അധികാരത്തിലെത്തുന്ന 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിലിന് വഴിയൊരുങ്ങുന്നു. ട്രെഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നാളെ ആരംഭിക്കും. കാർവാറിൽ നിന്ന് ഇന്ന് രാത്രിയോടെ ട്രെഡ്ജർ ഷിരൂരിലെത്തിക്കും. എംബോക്സ് സ്ഥിരീകരിച്ച മലപ്പുറത്ത് അതീവ ജാഗ്രത. രോഗം സ്ഥിരീകരിച്ചത് UAE-യിൽ നിന്ന് വന്ന എടവണ്ണ സ്വദേശിക്ക്. യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് രോഗലക്ഷണമുണ്ടെങ്കിൽ ചികിത്സ തേടണമെന്ന് നിർദ്ദേശം. വയനാട് പുനരധിവാസത്തെ തകർക്കാൻ വ്യാജ വാർത്ത നൽകുന്ന മാധ്യമങ്ങളെ തുറന്നു കാട്ടാൻ CPIM. സെപ്റ്റംബർ 24-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ബഹുജന പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. 20 മുതൽ 23 വരെ ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും സംഘടിപ്പിക്കും. വയനാട് പുനരധിവാസത്തെ തകർക്കാൻ വ്യാജ വാർത്ത നൽകുന്ന മാധ്യമങ്ങളെ തുറന്നു കാട്ടാൻ DYFI. ഫാക്ട് ടു ഫേക്ക് യുവജന പ്രതിഷേധം ഇന്ന്. പ്രതിഷേധ പരിപാടികൾ ജില്ലാ കേന്ദ്രങ്ങളിൽ. ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. ലഞ്ചിന് പിരിഞ്ഞപ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 96 റൺസ് എടുത്തു. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. പാലക്കാട് സഖി കേന്ദ്രത്തിൽ നിന്നും കാണാതായ 3 പെൺകുട്ടികളെയും കണ്ടെത്തി. കാണാതായവരിൽ ഒരാളെ മണ്ണാർക്കാട് വെച്ചും 3ാമത്തെ പെൺകുട്ടിയെ തമിഴ്നാട്ടിൽ നിന്നുമാണ് കണ്ടെത്തിയത്. 17 വയസ്സുകാരിയായ ഒരാൾ ഇന്നലെ വീട്ടിലെത്തിയിരുന്നു.
ദേശീയപാതയിൽ ആലപ്പുഴ ഹരിപ്പാട് കെവി ജെട്ടി ജംഗ്ഷനിലുണ്ടായ വാഹന അപകടത്തിൽ 2 മരണം. വള്ളിക്കുന്നം സ്വദേശി സത്താർ, മകൾ ആലിയ എന്നിവരാണ് മരിച്ചത്. വഴിയോരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിക്കുകയായിരുന്നു. ദേശീയപാത 66-ൽ തൃപ്രയാർ സെന്ററിനടുത്ത് കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പേർ മരിച്ചു. വലപ്പാട് കോതകുളം ബീച്ച് സ്വദേശി കരേപ്പറമ്പിൽ രാമദാസിന്റെ മകൻ ആശീർവാദ്, വലപ്പാട് സ്വദേശി അമ്പലത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ ഹാഷിം എന്നിവരാണ് മരിച്ചത്. ആലപ്പുഴ രാമങ്കരയിൽ ഭാര്യ കാമുകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നാണ് പ്രതി പിടിയിലായത്. ഇയാളോടൊപ്പം ഭാര്യയും ഉണ്ടായിരുന്നു. പെരുമ്പളം ദ്വീപ് നിവാസികളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നു. ദ്വീപിനെ കരയുമായി ബന്ധിപ്പിക്കുന്ന പെരുമ്പളം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ഒടുവിലത്തെ മിനുക്കുപണികൾക്ക് ശേഷം ഡിസംബറിൽ പാലം ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. ലെബനനിലുണ്ടായ സ്ഫോടന പരമ്പരയിൽ മരിച്ചവരുടെ എണ്ണം 20ആയി. വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ലെബനന്റെ വിവിധ ഭാഗങ്ങളിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് 12 പേർ കൊല്ലപ്പെടുകയും 3000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആലപ്പുഴ കലവൂർ കൊലപാതക കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളായ മാത്യു, ശർമിള, ഭർത്താവ് മാത്യൂസ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇന്ന് തന്നെ കൊലപാതകം നടത്തി വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നവീകരിച്ച ഇടക്കുന്നം കൂവപ്പള്ളി റോഡ് ഇടക്കുന്നം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. റോഡുകൾ കൂടുതൽ കാലം ഈട് നിൽക്കുന്നതിന് ഈർപ്പം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷത വഹിച്ചു. മെനിഞ്ചൈറ്റിസ് എന്ന അപൂർവ രോഗം ബാധിച്ച മകന്റെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടി കോഴിക്കോട് ഒളവണ്ണയിലെ ഒരു കുടുംബം. ദിവസവേതനക്കാരനും വൃക്കരോഗിയുമായ ഷിജുവിന്റെ മകൻ സ്നേഹാൻ കബിലാണ് മാരക രോഗത്തോട് പൊരുതുന്നത്. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് പിടിയിലായ മുഹമ്മദ് അജ്മൽ സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ. സംഭവത്തിൽ പ്രതിഷേധം ശക്തം. രോഗത്തിന്റെ അവശതകൾക്കിടയിലും പ്രമോദിന് ഇനി ആശ്വസിക്കാം. പ്രമോദിനും കുടുംബത്തിനും സുരക്ഷിതമായി അന്തി ഉറങ്ങാൻ ഒരു വീടൊരുങ്ങിയിരിക്കുകയാണ്. CPIM കരിങ്കുന്നം ലോക്കൽ കമ്മിറ്റിയാണ് വീടൊരുക്കിയിരിക്കുന്നത്. ഫിറ്റ്നസ് ബോക്സ് എന്ന പേരിൽ ആധുനിക ഫിറ്റ്നസ് സെന്ററുകൾ തുടങ്ങാൻ ഒരുങ്ങി കായിക വകുപ്പ്. ആരോഗ്യ സൗഹൃദ കേരളം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമാകുന്നത്. ലാഭം കൈവരിച്ച് KSRTC. സെപ്റ്റംബർ 1 മുതൽ 17 വരെയുള്ള കണക്ക് പ്രകാരം 7.11 കോടി രൂപയാണ് KSRTCയുടെ പ്രവർത്തന ലാഭം. ബഫർ സോൺ പരിധിയിൽ നിന്ന് ജനവാസ മേഖലകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കത്തോലിക്ക സഭയുടെ കർഷക സംഘടനയായ ഇൻഫാം. വിഷയമുയർത്തി ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് സഭാ നേതൃത്വം. പ്രധാന ജംഗ്ഷനുകളിലെ കുരുക്കഴിക്കാൻ സമഗ്ര പദ്ധതികൾ സർക്കാർ നടപ്പാക്കുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തീർത്ഥാടന കാലത്തെ കുരുക്കഴിക്കാൻ നിർമ്മിച്ച എരുമേലി ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
യുവതിയെ വഴിയിൽ വെച്ച് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേരെ മുണ്ടക്കയം പോലീസ് അറസ്റ്റ് ചെയ്തു. നിസാർ PM, അഭിനേഷ് K, സാബു, സുധീഷ്, സുരേഷ് എന്നിവരെയാണ് മുണ്ടക്കയം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓണക്കാലത്ത് ലീഗൽ മെട്രോളജി വകുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ 348 സ്ഥാപനങ്ങൾ പരിശോധിച്ചു. വിവിധ നിയമലംഘനങ്ങൾക്ക് 76 കേസുകളാണ് എടുത്തത്. 2,54,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. സെപ്റ്റംബർ 7 മുതലാണ് പരിശോധന ആരംഭിച്ചത്. ബാലസംഘം തിരുവനന്തപുരം ജില്ലാ സമ്മേളന ലോഗോ പ്രദർശനം ചെയ്തു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇൻചാർജ് പ്രേംകുമാർ ബാലസംഘം ജില്ലാ സെക്രട്ടറി സന്ദീപിന് ലോഗോ നൽകി. ഒക്ടോബർ 12, 13 തീയതികളിലാണ് ബാലസംഘം ജില്ലാ സമ്മേളനം. വൈദ്യുതി ബിൽ മാസം തോറും നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് KCB. നിലവിലുള്ള ദ്വൈമാസ ബില്ലിംഗ് മാറ്റി മാസം തോറും ബിൽ നൽകണമെന്ന ആവശ്യം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പിൽ ഉയർന്നിരുന്നു. എന്നാൽ ഇത് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ബാധ്യതയാകുമെന്ന നിലപാടിൽ KCB. കണ്ണൂർ കതിരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 1984-85 SSLC ബാച്ച് സൗഹൃദം 85 കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നു. ഈ മാസം 21 രാവിലെ 10:30 ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് കുടുംബ സംഗമം. ഈ മാസം 9 മുതൽ 13 വരെ ലക്നൌവിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ പോലീസ് മീറ്റ് ആം റെസ്ലിംഗ് മത്സരത്തിൽ കേരള പോലീസ് പുരുഷ വിഭാഗത്തിൽ 1 സ്വർണ്ണ മെഡലും 4 വെള്ളി മെഡലുകളും 3 വെങ്കല മെഡലുകളും നേടി. പുരുഷ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിരിക്കുകയാണ് കേരള പോലീസ്. ഭിന്നശേഷി മേഖലയിലെ രാജ്യാന്തര സ്ഥാപനമായി വികസിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനെ തേടി ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേന പുരസ്കാരം. പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് ലിബ്മറിനെ UN പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വയനാടിന് സഹായവുമായി തിരുവനന്തപുരം വട്ടവിള CSI ഇടവകയിലെ യുവജന സംഘം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടവകയിലെ യുവതി യുവാക്കൾ ധനസഹായം നൽകി. CMDRF QR കോഡ് വഴിയാണ് തുകകൾ സമാഹരിച്ചത്. തിരുവനന്തപുരത്തെ പ്രധാന സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബും അവതരിപ്പിക്കപ്പെട്ടു. ബംഗാളിലെ വനിതാ ഡോക്ടറുടെ കൊലപാതക വിഷയത്തിൽ സമരക്കാരുമായുള്ള സർക്കാരിന്റെ 2ാം ഘട്ട ചർച്ചയിൽ പരാജയം. ഭൂരിഭാഗം ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചുവെങ്കിലും എഴുതി നൽകാത്തതിനാൽ ജോലി ബഹിഷ്കരിച്ച് സമരം തുടരാനാണ് തീരുമാനമെന്ന് ഡോക്ടർമാർ. രാജസ്ഥാനിലെ ദൌസയിൽ 2.5 വയസ്സുകാരി കുഴൽക്കിണറിൽ വീണ സംഭവത്തിൽ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. 35 അടി താഴ്ചയിലാണ് കുട്ടി കുടുങ്ങിക്കിടക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. കുട്ടിക്ക് ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ടെന്നും കുട്ടിയെ രക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചതായും അധികൃതർ. മയക്കുമരുന്ന് നിയന്ത്രിക്കാൻ ശക്തമായ നടപടികളുമായി കർണാടക സർക്കാർ. ഇതിനായി ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. മയക്കുമരുന്ന് വിരുദ്ധ നിയമങ്ങൾ ശക്തിപ്പെടുത്തുവാനും ഇവ കടത്തുന്നവർക്കുള്ള ശിക്ഷ കർശനമാക്കുവാനും യോഗത്തിൽ തീരുമാനമായി. COVID-19 വൈറസിന്റെ വ്യാപനശേഷി കൂടിയ വകഭേദം XECയെക്കുറിച്ച് മുന്നറിയിപ്പുമായി ശാസ്ത്രജ്ഞർ. ജർമ്മനിയിൽ ജൂണിലാണ് XEC ആദ്യമായി തിരിച്ചറിഞ്ഞതെന്ന് BBC റിപ്പോർട്ട്. പിന്നാലെ UK, US, ഡെൻമാർക്ക് തുടങ്ങിയ മറ്റു പല രാജ്യങ്ങളിലും വകഭേദത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഹിസ്ബുല്ല ഉപയോഗിക്കുന്ന 5000 പേജറുകളിൽ ഇസ്രയേൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നതായി റോയിട്ടേഴ്സ്. ഗോൾഡ് അപ്പോളോ എന്ന തൈവാൻ ബ്രാൻഡിലുള്ള ഉപകരണങ്ങളാണ് പൊട്ടിത്തെറിച്ചത്.
റഷ്യയെ വിറപ്പിച്ച് മോസ്കോയിൽ യുക്രൈന്റെ അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണം. ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും നിരവധി വീടുകളും കെട്ടിടങ്ങളും തകരുകയും ചെയ്തു. കിഴക്കൻ ചൈനയിലെ ഷെജിയാങ് പ്രവിശ്യയിൽ ഡെലിവറി ഏജന്റ് മരിച്ച നിലയിൽ. യുവാൻ എന്നയാളെയാണ് തന്റെ ഇലക്ട്രിക് ബൈക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവാൻ ദിവസവും 18 മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ട്. ടൈറ്റൻ പേടകം പൊട്ടിത്തെറിക്കുന്നതിന്റെ ആദ്യ ചിത്രം പുറത്തുവിട്ട് US കോസ്റ്റ് ഗാർഡ്. സമുദ്രാന്തർ പേടകത്തിന്റെ മദർ വെസലായ പോളാർ പ്രിൻസുമായുള്ള അവസാന സന്ദേശവും തിങ്കളാഴ്ച കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ടു. ഓൾ ഗുഡ് ഹിയർ എന്നതാണ് ടൈറ്റനിൽ നിന്ന് പോളാർ പ്രിൻസിലേക്ക് ലഭിച്ച അവസാന സന്ദേശം. ദുബായിലെ ആദ്യത്തെ എയർ ടാക്സി സ്റ്റേഷന്റെ പ്രവർത്തനം 2026-ൽ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ 4 സ്റ്റേഷനുകൾ നിർമ്മിക്കുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. കുവൈറ്റിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള പ്രസ് ക്ലബ് കുവൈറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു. ഫർവാനിയ ഷെഫ് നൌഷാദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് സുജിത് സുരേഷൻ, സലീം കോട്ടയിൽ, മുതിർന്ന അംഗം കൃഷ്ണൻ കടലുണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഗൾഫിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ കിയാര ജ്വല്ലറിയുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് മിന ബസാറിലെ പുതിയ ഷോറൂം ബോളിവുഡ് താരം തമന ഉദ്ഘാടനം ചെയ്തു. കിയാര ജ്വല്ലറിക്ക് കീഴിലുള്ള 5ാമത്തെ ബ്രാഞ്ചാണ് മിന ബസാറിലേത്. തമിഴകം കാത്തിരിക്കുന്ന രജനീകാന്തിന്റെ വേട്ടയൻ സിനിമയുടെ വിവരങ്ങൾ പുറത്ത്. റാണ ദഗ്ഗുബാട്ടിയെ പരിചയപ്പെടുത്തുന്ന വീഡിയോ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. മലയാളത്തിൽ നിന്ന് മഞ്ജു വാര്യരും ഫഹദ് ഫാസിലും പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിലെത്തുന്നു. നിരൂപക പ്രശംസയ്ക്കൊപ്പം കിഷ്കിന്ദ കാണ്ഡം സിനിമ പ്രേക്ഷക പ്രശംസയും നേടി മുന്നേറുന്നു. കിഷ്കിന്ദ കാണ്ഡത്തിന്റെ 6ാം ദിവസത്തെ കളക്ഷനിൽ വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നതെന്ന് റിപ്പോർട്ട്. ജൂനിയർ NTRന്റെ ദേവര പാർട്ട് 1 27-ന് തിയേറ്ററുകളിലെത്തും. കൊരട്ടല ശിവയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും. NTR ഇരട്ട റോളിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സിനിമയിലെ ഏറ്റവും വലിയ ആഗ്രഹം വെളിപ്പെടുത്തി ജൂനിയർ NTR. വെട്രിമാരന്റെ തമിഴ് ചിത്രം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെന്ന് താരം. ദേവരയുടെ പ്രമോഷൻ പരിപാടിക്കിടെയാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ. മലയാള സിനിമയിലെ പുതിയ ആശയമായ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷനിൽ നിർമ്മാതാവ് മുതൽ പോസ്റ്റർ പതിപ്പിക്കുന്നവർ വരെ ഉണ്ടാകുമെന്ന് സംഘടനയുടെ താൽക്കാലിക കമ്മിറ്റി. സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതിന് ശേഷം മറ്റൊരു പേര് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കുമെന്നും പുതിയ സംഘടനയുടെ നേതൃനിരയിലുള്ള ആഷിഖ് അബു, രാജീവ് രവി തുടങ്ങിയവർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. JM രവി നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് ബ്രദർ. ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് 21-ന്. M രാജേഷാണ് ചിത്രത്തിന്റെ സംവിധാനം. തിയേറ്ററിലെത്തിയ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ARMന് തിയേറ്ററുകളിൽ ആവേശോജ്വലമായ വരവേൽപ്പ്. നവാഗതനായ ജിതിൻലാലാണ് ചിത്രത്തിന്റെ സംവിധാനം. 5 ദിവസത്തിനുള്ളിൽ 5 കോടി ചിത്രം നേടിയെന്നും റിപ്പോർട്ടുകൾ. ഓണം ഒരു ഓമൽ സ്വപ്നം എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നു. അഡ്വക്കേറ്റ് KP സജിനാഥ് രചിച്ച് കലാധരൻ സംഗീതം നൽകി ആലപിച്ച ഗാനം സംവിധാനം ചെയ്തത് രാജീവ് നരിക്കലാണ്. സുനിൽ പെരിനാടാണ് ക്യാമറ. ഉർവശിയും ഇന്ദ്രൻസും പ്രധാന വേഷത്തിലെത്തിയ ജലധാര പമ്പ് സെറ്റ് സിൻസ് 1962 എന്ന ചിത്രം OTT.
ജിയോ സിനിമയിലാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ്. ജിയോ സിനിമയിൽ ഡിജിറ്റൽ എക്സ്ക്ലൂസീവ് പ്രീമിയറായി എത്തുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണിത്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് മോട്ടറോള എഡ്ജ് 50 നിയോ. മോട്ടറോള എഡ്ജ് 50, എഡ്ജ് 50 പ്രോ, എഡ്ജ് 50 അൾട്ര, എഡ്ജ് 50 ഫ്യൂഷൻ എന്നിവയ്ക്ക് ശേഷം ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന എഡ്ജ് 50 സീരീസിലെ 5ാമത്തെ ഫോണാണ് മോട്ടറോള എഡ്ജ് 50 നിയോ. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് HMD സ്കൈലൈൻ സ്മാർട്ട് ഫോൺ. യൂറോപ്പിൽ ലോഞ്ച് ചെയ്ത് ഏകദേശം 2 മാസത്തിന് ശേഷമാണ് HMD സ്കൈലൈൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. വർക്ക് ഫ്രം ഹോം സംവിധാനം അവസാനിപ്പിക്കാൻ ഒരുങ്ങി ആമസോൺ. 2025 ജനുവരി 2 മുതൽ ജീവനക്കാർ ആഴ്ചയിൽ 5 ദിവസവും ഓഫീസിലെത്തണമെന്നാണ് ആമസോൺ. കോവിഡിനെ തുടർന്നായിരുന്നു ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. ട്രൂകോളർ സേവനങ്ങൾ പൂർണ്ണമായ രീതിയിൽ ഐഫോണുകളിലും ലഭ്യമാവും. നിലവിൽ ട്രൂകോളർ ആപ്ലിക്കേഷൻ ആപ്പിൾ ഉപകരണങ്ങൾ ലഭിക്കുമെങ്കിലും ആൻഡ്രോയിഡിലെ പോലെ സുഗമമായ രീതിയിലല്ല ആപ്പിളിൽ ട്രൂകോളറിന്റെ പ്രവർത്തനം. റെഡ്മി 14R ചൈനയിൽ അവതരിപ്പിച്ചു. സ്നാപ്ഡ്രാഗൺ 4 Gen 2 ചിപ്സെറ്റ്, 13 മെഗാപിക്സൽ ക്യാമറ എന്നിവയാണ് ഫോണിന്റെ പ്രധാന സവിശേഷതകൾ. വിവോ T3 അൾട്ര 5G ഇന്ത്യയിൽ അവതരിപ്പിച്ചു. AI ഇറേസർ, AI ഫോട്ടോ മെച്ചപ്പെടുത്തൽ തുടങ്ങിയ AI അധിഷ്ഠിത ഫോട്ടോ സവിശേഷതകളും ഫോണിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ടെക്നോ പോവ 6 നിയോ 5G ഇന്ത്യയിൽ അവതരിപ്പിച്ചു. 108 മെഗാപിക്സൽ ക്യാമറ, 18V ചാർജിംഗ് പിന്തുണയുള്ള 5000 mAh ബാറ്ററി, ചിപ്സെറ്റ് എന്നിവയാണ് ഫോണിന്റെ പ്രധാന ആകർഷണങ്ങൾ. ലോകത്തിലെ ആദ്യത്തെ ട്രൈഫോൾഡ് ഫോൺ അവതരിപ്പിച്ച് ഹുവായി. 50 MB പ്രൈമറി ക്യാമറ, 12 MB അൾട്രാ വൈഡ് ക്യാമറ, 12 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ എന്നിവയുള്ള ട്രിപ്പിൾ റെയർ ക്യാമറയാണ് ഫോണിനുള്ളത്. ന്യൂസ് പൂർണ്ണമാകുന്നു.